പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി. യൂണിറ്റിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പിയിൽ ഡയാലിസിസ് കേന്ദ്രം സജ്ജമാക്കിയത്. 2 നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായത്. കെട്ടിടത്തിന് പുറമെ ഡയാലിസിസ് കേന്ദ്രത്തിനാവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഡയാലിസിസ് സെന്ററിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി. 10 ബെഡും 8 ഉപകരണങ്ങളുമാണ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ 3 ഡയാലിസിസ് മെഷീനുകൾ കൂടി കേന്ദ്രത്തിന് ലഭ്യമാക്കും. ഇതോടൊപ്പം കൂടുതൽ സൗകര്യങ്ങൾ രോഗികളുമായി എത്തുന്നവർക്ക് ഉൾപ്പെടെ ക്രമീകരിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഒക്ടോബർ 4-ന് ആരോഗ്യവകുപ്പിൽ നിന്നുള്ള സംഘം പരിശോധനയ്ക്ക് എത്തുമെന്നും മുഹമ്മദ് മുഹസിൻ എംഎൽഎ പറഞ്ഞു. എല്ലാം സക്സസ് ആണ്. അപ്പോൾ ഇനി ഡയാലിസിസ് സെന്റർ ആരംഭിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി വരുന്ന 4-ാം തീയതി ആരോഗ്യവകുപ്പിന്റെ ഒരു വിദഗ്ധ സംഘം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക്, ഡയാലിസിസ് രോഗികൾക്ക് ഓപ്പൺ ആക്കി തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പൊ 10 ബെഡുകളുണ്ട്. അതോടൊപ്പം തന്നെ 8 മെഷീനുകളാണ് ഇവിടെ ഉള്ളത്. RO പ്ലാന്റ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ മികച്ച രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും ക്രമങ്ങളും പൂർത്തീകരിച്ചു. ടെക്നീഷ്യൻസിനെ എടുത്തു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഇപ്പൊ ട്രയൽ റണ്ണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് ട്രയൽ റണ്ണ് നടത്തിയിട്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡിസിൻസും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി രോഗികളെ തെരഞ്ഞെടുക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് കടക്കുകയാണ്. അത് പട്ടാമ്പി നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ HMC ചേർന്നുകൊണ്ട് വരുന്ന ദിവസം തന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിച്ച് ആശുപത്രിയിൽ ആരൊക്കെയാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. ഓരോരുത്തരുടെ കണ്ടീഷൻ പരിശോധിക്കും. അതുപോലെ സാമ്പത്തിക സ്ഥിതിയും പരിശോധിച്ചിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇതിലേക്ക് ആളുകളെ എടുക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കേസുകൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിൽ എടുക്കില്ല, അത് ജില്ലാ ആശുപത്രിയിലാണ് എടുക്കുക. ആദ്യഘട്ടത്തിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് BPL കുടുംബങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമാണ് പ്രഥമ പരിഗണന. ഇതോടൊപ്പം കൂടുതൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആളുകളെ പ്രവേശിപ്പിക്കും. ഇതിനായി താലൂക്ക് ആശുപത്രി HMC യോഗം ചേരുവാനും തീരുമാനമായി.